ഓക്കെ. Yeah, please. അപ്പോൾ 7 മാസം 7 മാസമായിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ നെക്ക് പെയിനും ഇതുണ്ട്. നെക്ക് പെയിൻ എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു നെക്ക് പെയിൻ അല്ലത്, വളരെ സിവിയർ ആയിട്ടുള്ള നെക്ക് പെയിൻ ആണ്. സാധാരണ ഇതിൽ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യുമ്പോഴോ ജസ്റ്റ് ഒന്നും പൊക്കുമ്പോഴോ ഒക്കെ ഉള്ള അത് വൈഫ് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അത്രയും വേദന ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എന്നും പെയിൻ, അതായത് കൂടുതൽ പെയിൻ വരുന്നത് ഈവനിങ് അവള് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ, വൈഫ് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴുള്ള ആ ഒരു സ്ട്രെസ്. ജോലിയിലും ഈ വേദന ഉണ്ട്, പക്ഷെ നെക്കിന്റെ അവിടെ നിന്ന് ശരിക്കും ഷോൾഡറിലേക്ക് ഇങ്ങനെ വരുന്നു. ചിലപ്പോൾ ആ പെയിൻ ചെസ്റ്റിലേക്ക് വരുന്നു. പല ദിവസങ്ങൾ പല രൂപത്തിലാണ് ആ പെയിൻ വരുന്നത്. വർക്ക് ചെയ്യുമ്പോഴും ഉണ്ട്, കുറവാണ്, പക്ഷെ അത് ഗ്രാജുവലി കൂടിക്കൊണ്ട് വരുമ്പോൾ ഈവനിങ് ആവുമ്പോ ഫുൾ സെറ്റ് ആയിട്ട് അത് വരും. പിന്നെ അത് ആക്ച്വലി അനുഭവിച്ച ആളുടെ കൂടുതൽ നിങ്ങൾക്ക് കൂടുതലും ശരിക്കും പറഞ്ഞാല് നമുക്ക് മൂഡ് സ്വിങ് ശരിക്കും ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. ഇപ്പൊ നമുക്ക് നമ്മുടെ വൈഫ്, ഇപ്പൊ ഞാനും ജോലിക്ക് പോണ ആളിന്, അവരും ജോലിക്ക് പോണ ആളിന്, നമ്മൾ രണ്ടാളും ഏകദേശം ഒരു സമയത്ത് വരുന്നു. പക്ഷെ അബുദാബിക്ക് ഡെയിലി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോണതാണ്. അപ്പൊ ഡോക്ടർ, ഈ ആയുർവേദ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കരുത് ഭയങ്കരമായിട്ട്. അപ്പൊ അവളെ ഒരു പണിക്കും ഈ ജോലി നിർബന്ധമാണ്, അത് എസെൻഷ്യൽ ആയതുകൊണ്ട് ജോലിക്ക് പോകുന്നു. പക്ഷെ വീട്ടിലെല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ അതിലൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇന്ന് നമ്മൾ ഇതെ കുറിച്ച് ചിന്തിച്ച് ചിരിക്കുന്നു. അതെ അതെ, ആ ഒരു സിറ്റുവേഷനില് സത്യം ഭയങ്കര തന്നെയാണ്. കാരണം എല്ലാവരും ജോലി കഴിഞ്ഞ് എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വരുന്നതും. നമുക്ക് വീട്ടിൽ വരുമ്പോ ഇവളുടെ വേദന കണ്ടിട്ട് നമുക്കും ഒരു വേദന വരുന്നത്. ഇതെങ്ങനെ മാറും, എങ്ങനെ സത്യത്തില് എനിക്ക് പറഞ്ഞ ഡോക്ടറെ വിളിക്കാനുള്ളൊരു, ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നിനും ഓരോ സമയമുണ്ട്, മനസ്സിലായി. നിമിത്തം എന്ന് പറയുന്നത്, ആ നിമിത്തത്തിലോ അതിലൊന്നും മതത്തിലോ ഇതിനൊന്നും ഒരു കാര്യമില്ല. ഓക്കെ, ദൈവം, ആരുടെ ദൈവം, ആർക്ക് വിശ്വാസം, ഇതൊക്കെ വേറെ വേറെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ഇത് മാറ്റുന്നതിന് ഇതൊന്നും ഒരു ബാധകമല്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ആ ത്രെഡ്മില്ലിന്റെ കേസിലേക്ക് വീണ്ടും എത്തി. അപ്പൊ ത്രെഡ്മില്ല് മാറ്റാൻ പറഞ്ഞ്, അവിടെ നിന്ന് മാറ്റാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന്. അപ്പൊ ഞാൻ വിചാരിച്ച്, കാരണം ഡോക്ടർ എനിക്ക് മുൻകാല അനുഭവം ഉള്ളതുകൊണ്ട്, അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട്, ത്രെഡ്മില്ല് അവിടെ നിന്നല്ല ഞാൻ മാറ്റണത്, ഞാൻ ത്രോ ഔട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാനപ്പൊ എന്റെ ഒരു ടീമിനെ വിളിച്ച് രാത്രി ഒരു 10-10:30 നേരത്തൊക്കെയാണ് ഈ സാധനം വന്ന്, ആ ടീം വന്ന് അഴിച്ച് അവര് വന്ന് അവിടുന്ന് സാധനം കൊണ്ടുപോയി. അപ്പോ അത് കൊണ്ടുപോയതിനു ശേഷം ഡോക്ടർ വിളിച്ച്, കണ്ടിന്യൂസ് ആയിട്ട് ഡോക്ടർ വിളിക്കുന്നുണ്ട്. കാരണം ഡോക്ടർക്കും ആ ക്യൂരിയോസിറ്റി ഉണ്ട് എന്തായാലും അറിയാൻ വേണ്ടിട്ട്. അനുഭവത്തില് ഉടൻ തന്നെ അത് റിസൾട്ട് തരണം. അതെ അതെ അതെ, വിത്തിൻ 1 hour to 24 hours. അതെ അതെ. അപ്പൊ എനിക്കും ഒരു അപ്രഹെൻഷൻ, ഇത്രയും നിങ്ങൾ ചെയ്തു. ഓക്കെ, ഇപ്പൊ ഈ വാസ്തുപരമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ ഇത് ചെക്ക് പറഞ്ഞത്. പക്ഷെ ഇതിലിപ്പോ നമ്മുടെ ഏതൊരു വീടിനും നമ്മളെല്ലാവരും വാസ്തുവും കാര്യങ്ങളും നോക്കുന്നത് കൂടുതലായിട്ട് നമ്മൾ നോക്കുന്ന നാട്ടിലാണ്. ഇവിടെ എങ്ങനെ ജീവിക്കുന്നു, എന്ത് വെക്കുന്നു എന്നുള്ളത് യാതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ് ആർക്കും. പക്ഷെ അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ ആരും അറിയാതെ പോയിട്ട് അവരൊക്കെ ചെന്ന് എത്തിപ്പെടുന്നത് മറ്റുള്ള രീതിയിലുള്ള മെഡിസിൻസും കാര്യങ്ങളിലേക്കാണ് എത്തിപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഡോക്ടറെ അടുത്ത് വീണ്ടും എത്തിപ്പെടാനുള്ള സാഹചര്യം ദൈവം ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ആ സമയത്ത് അത് എടുത്ത് മാറ്റി, അതൊരു 11-11:30 രാത്രി 11 മണിയായി. അത് കഴിഞ്ഞതിന് ശേഷം വേദന കുറവൊന്നുമില്ല. ഡോക്ടർ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്ന ഡോക്ടറോട് ഞാൻ പറഞ്ഞു നാളെ രാവിലെ നോക്കിയോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ രാവിലെ വേദന കുറവൊന്നുമില്ല. അവര് വൈകിട്ട് ഡ്യൂട്ടിക്ക് പോയി, ഞാനും ഡ്യൂട്ടിക്ക് വന്ന് തിരിച്ച് ഒരു 4 o'clock ആയപ്പോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. ഞാൻ ഓഫീസിലുണ്ട്. അപ്പൊ എന്നെ വിളിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, എനിക്കിപ്പോ കൈവെക്കാൻ പറ്റുന്നുണ്ട്. ഭയങ്കരമായിട്ട് ചിരിച്ച്. കാരണം വെച്ചാല് എനിക്ക് തോന്നുന്നു ഈ 7 മാസങ്ങളായിട്ട് വല്ലപ്പോഴൊക്കെയാണ് ചിരിക്കുക. മീൻസ് ഈ ജോലി കഴിഞ്ഞ് വന്നാൽ കുറച്ചു നേരം ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നമുക്കും ഭയങ്കര വിഷമമാണല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു പൂമുഖവാതിൽക്കൽ, അപ്പൊ ആ ഒരു ഇതല്ല നമുക്ക് കിട്ടുന്നത് അല്ലേ. നമ്മളെപ്പോഴും ചെല്ലുമ്പോഴും ഈ വേദനയുടെ ഇത് പറയുമ്പോ നമുക്കും ഭയങ്കര ഇതെങ്ങനെ മാറും എന്നുള്ള നമ്മളൊരു ഹസ്ബൻഡ് അല്ലേ. അപ്പൊ ആ ഒരു വേദന നമുക്കും ഉണ്ട്. അപ്പൊ അത് അനുഭവിച്ച് ഇതാക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ അന്ന് ഇത് മാറിയപ്പോ
എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ഇതുണ്ട്, എനിക്ക് 2 കൈയും പൊക്കാൻ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല അങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഗോഡ് ഗ്രേസ്. ഞാൻ ഡോക്ടറെ കുറെ നന്ദി പറയുന്ന മനസ്സുകൊണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഡോക്ടർ അത് ചെയ്ത് അല്ലെങ്കിൽ ഇതാക്കി. പക്ഷെ ഇപ്പോഴും ചെറിയൊരു വേദന ഉണ്ട്. ആ വേദന ഡോക്ടർ പറഞ്ഞ പോലെ സം മോർ ചേഞ്ചസ്, ഓക്കെ, സം ഓർ ലിറ്റിൽ ബിറ്റ് സം സ്മോൾ ചേഞ്ചസ് നീഡ് ടു ഡൺ ഇൻ മൈ ഹൗസ്. 70% yes 70% in 24 hours. in 24 hours. That's what this is. അപ്പോൾ ഈ ഒരു റിയലി ന്യൂറോ സയൻസ് ആണിത് അല്ലേ? ഇപ്പൊ ഇത്ര അക്യൂറേറ്റ് ആയിട്ട് അത് സാധനം നോർത്ത് ഈസ്റ്റിൽ തന്നെ, ബിക്കോസ് ഇറ്റ്സ് റൂൾസ് ആർ പുട്ട് ഇൻ ഹോം. നോർത്ത് ഈസ്റ്റിലാണ് നമ്മളുടെ തലഭാഗം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഇലക്ട്രോ ഡൈനാമിക് ഫോഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ ഉള്ള ഒരു സാധനം മാറ്റുമ്പോൾ അവിടെ ഉള്ള ഭാരം കുറയുന്ന ഉടനെ റിലീഫ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞ പോലെ ഇതിന് പല ആളുകളും മതത്തിന്റെ ഇതിൽ വെച്ചിട്ട് കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഞാനിപ്പോ അവിടെ നിന്ന് ഒരു ത്രെഡ്മില്ല് മാറ്റിയോണ്ട് എന്റെ മതത്തിനോ എന്റെ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആ സാധനം ഞാൻ വരുമ്പോൾ അവിടെ ഇല്ല, ഞാൻ അവിടെ ഇട്ട സാധനമാണ്, ഞാൻ അത് മാറ്റി, അത്രേ ഉള്ളൂ. അതിന്റെ ഒരു പോയിന്റ് മാത്രം നിങ്ങളുടെ വൈഫ് പറയാമോ? നിങ്ങൾ ആക്ച്വലി ലേഡീസ് അല്ല, അവർക്ക് ഈ എനർജിയെ ഉൾക്കൊള്ളാൻ എനർജീന്റെ അറിവുണ്ട് അവർക്ക്. അപ്പൊ അവര് ആക്ച്വലി അതായത് അവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. 1 year ആയി ഈ സാധനം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്. 1 year ആയി. കഴിഞ്ഞ 2024 ഒക്ടോബറിൽ തന്നെയാണ് ഇത് കൊണ്ടുവന്ന് വെച്ചത്. 2024 ഒക്ടോബറിൽ തന്നെയാണ് ഇത് 2025 ഒക്ടോബറിലാണ് എടുത്തു മാറ്റുന്നത്. ഡേറ്റിൽ എന്തോ ഒക്ടോബർ 24 എക്സാക്ട് കൊണ്ടുവന്ന് വെച്ചത്. And same. Yeah, the same. Almost 2 days, within 2 days like that, we already changed that. Amazing. And അത് വെക്കുമ്പോ വൈഫിന്റെ അടുത്ത് പറഞ്ഞ റൂമിൽ ഇടണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാളിൽ ഇടാനാണ്. അപ്പൊ ഹാളിൽ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് വലിപ്പമുള്ള സാധനം, നല്ല വലിപ്പമുണ്ടായിരുന്നു, ഒരുപാട് ഇതൊക്കെ ഉള്ള സാധനം തന്നെയായിരുന്നു അത് ട്രെഡ്മില്ല്. പക്ഷെ അതിന്റെ വെയിറ്റും അതിന്റെ വലിപ്പം കൊണ്ട് ബെഡ്റൂം വലുതായത് കൊണ്ട് നമ്മൾ ബെഡ്റൂമിൽ ഉണർന്നിട്ട്. അപ്പൊ അന്ന് അങ്ങനെ പറഞ്ഞെങ്കിലും കൂടി നമ്മളത് ചെയ്തില്ല. കാരണം വെച്ചാൽ അന്ന് അതേയുള്ള പോസിബിലിറ്റി. ലോജിക്കൽ, നമ്മള് മെയിൽസ് ആർ ലോജിക്കൽ, പക്ഷേ ലേഡീസിന് ആ എനർജി ഫീൽഡ് ഉൾക്കൊള്ളാൻ അവർക്കറിയാം. ഐ മീൻ ദേ ക്യാൻ സെൻസ് ഇറ്റ്. സോ ഭാര്യ പറയുന്നത് കേൾക്കണമെന്നും ഒരു ഇതിലൊരു പോയിന്റ് ഉണ്ട്. ചില കാര്യങ്ങൾ ഓഫ്കോഴ്സ് രണ്ടുപേരും ലോജിക് പോയിന്റ്സ് നമ്മൾ എടുക്കേണ്ടതാണ്. അതിപ്പോ ആര് പറഞ്ഞാലും മക്കള് പറഞ്ഞാലും നല്ലതാണെങ്കിൽ നമുക്ക് എടുക്കാം അല്ലേ? ഇത് ഈ എനർജി ഞാനും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളെപ്പോലെ തന്നെ. നമ്മളുടെ വിചാരം അവിടെ നടക്കണം. പക്ഷേ ഞാൻ പിന്നെ എൻ്റെ അറിവിൽ കണ്ടത് ലേഡീസിന് ആ സെൻസ് ഉണ്ട്, ഈ എക്സ്ട്രാ സെൻസോറിയൽ പെർസെപ്ഷൻ പോലെ. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഈ സോഫ ഇങ്ങനെ തന്നെ ഇട്ടാൽ നല്ലത്, നമുക്ക് പ്രാക്ടിക്കൽ യൂസ് ആവും. അത് പറയില്ല, അതങ്ങനെ ഇട്. അപ്പൊ ഞാൻ ഇപ്പോൾ അനുസരിക്കാൻ തുടങ്ങി, ബിക്കോസ് എൻ്റെ അനുഭവങ്ങളില് എനർജി വൈസ്. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു അന്ന് കൂടെ, നിങ്ങളുടെ വൈഫ് ഒബ്ജക്ട് ചെയ്ത അപ്പോ വെക്കുമ്പോ, അപ്പൊ നിങ്ങൾ പറഞ്ഞു. അപ്പൊ അതോടുകൂടി എനിക്കും പാഠമായി. റിയലി ആ സെൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മള് ഇപ്പൊ എന്റെ കുറെ ക്ലയൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ക്ലയൻസ്. അവരൊക്കെ വൈഫ് പറയുന്ന സ്ഥലത്ത് ആ ഫർണിച്ചർ ഇടുള്ളൂ. ഓക്കെ, അവരോട് ചോദിച്ചിട്ട് അവരിടുള്ളൂ. ഇപ്പൊ നമ്മള് വൈഫ് ഇല്ലാത്തൊരു സമയത്ത് ഞാനൊരു ലോജിസ്റ്റിക്സ് ഫീൽഡിൽ വർക്ക് ചെയ്തതാണ്. അപ്പൊ അവരവിടെ എത്രയോ വീടുകളിൽ നമ്മള് എക്സ്പീരിയൻസ്. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല്, ഞാൻ ഇങ്ങനൊക്കെ പറയും, പക്ഷെ എന്റെ വൈഫ് വന്ന് അതൊക്കെ മാറുട്ടാണ്. പക്ഷേ ടീച്ചിങ് മീ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇത് എനിക്ക് അറിഞ്ഞിരുന്നില്ല. ബട്ട് അതന്നെ അവർ പറയുന്നത് എന്താ, യൂഷ്വലി ഈ കാർമിക്കലി കറക്റ്റ് അറേഞ്ച് ചെയ്തോളും. അത് തന്നെ അവരുടെ ലേഡീസ് വിൽ മേക്ക് ഇറ്റ് ഓൾ റൈറ്റ്. സോ ദിസ് ഇസ് വെരി നൈസ് പോയിന്റ്. അവർക്കറിയാം എവിടെയാണ് ഏത് സാധനം എവിടെ വെക്കണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അത് മാറ്റിയതിന് ശേഷം ഇപ്പോൾ 70% നെക്ക് പെയിൻ ഇതൊന്നുമില്ല. ഇപ്പോൾ അവള് വളരെ ഹാപ്പിയാണ്, ഞാനും വളരെ ഹാപ്പിയാണ്, ഫാമിലി നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ ഡോക്ടർ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇനിയും വരുത്താനുണ്ട്. അപ്പോൾ ഇതുപോലെ ഗ്രൗണ്ടിങ് ഇതേപോലെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളിതൊക്കെ ക്യൂർ ആവും എന്ന് വിചാരിക്കുന്നു. വെരി നൈസ്. നിങ്ങളുടെ വൈഫോട് ജസ്റ്റ് ടു എക്സ്പീരിയൻസ്, ടെൽ ഹർ എക്സ്പീരിയൻസ് ഫ്രം ഹർ ആംഗിൾ. നിങ്ങളുടെ ആംഗിളിൽ എങ്ങനെ എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് ടൈമില്. ഓക്കെ, ഈ സംഭവം മാത്രം, ഈ ആ ഡേ വെൻ യു ബിക്കേം പെയിൻ ഫ്രീ, ഹൗ യു ആർ ഫീലിംഗ്? എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നോർമലി ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര പെയിൻ ആയിട്ടാണ് വരിക. അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം, ത്രെഡ്മില്ല് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം
ഭയങ്കര ഇതായിരുന്നു. പിറ്റേ ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ നല്ല സന്തോഷമായിരുന്നു. കാരണം പെയിനേ മാറി. ചെറിയൊരു പെയിന് ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ ആ ഒരു ഹെവി ആയിട്ടുള്ള സിവിയർ ഭയങ്കരമായിട്ട് മാറി. അതിൽ ഭയങ്കര സന്തോഷമാണ് ശരിക്കും. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അത് പെട്ടെന്ന് 7 months ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വേദന 24 hours മാറ്റാൻ ഡോക്ടർ പറഞ്ഞ പോലത്തെ ഒരു വാസ്തുപരമായിട്ടൊരു ഇതുണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു സാധനം എടുത്ത് മാറ്റുന്നതുകൊണ്ട് മിറാക്കിളാണ്. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഡോക്ടറോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ബെഡ്റൂം നോക്കുമ്പോ തന്നെ നമുക്കൊരു പ്ലസന്റ് തരുന്നുണ്ട്, ഒരു ഫീല് തരുന്നുണ്ട്, നമുക്കൊരു വെളിച്ചം വരുന്നുണ്ട് അവിടെ. അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി വരുന്നുണ്ട്. മറ്റേത് ഒരു ഗൂഢമായിട്ടുള്ള എന്തോ പോലത്തെ ഒരു ഫീലായിരുന്നു. ശരി, അത് നമുക്ക് അന്നുണ്ടെങ്കിൽ കൂടിയും ഇതെങ്ങനെ കളയും എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു എസെൻഷ്യൽ ഇതിലേക്ക് വന്നപ്പോ നമ്മൾ പറയൂലേ, സ്വർണം കഴിക്കണ മരായാലും വീടിനോട് ഇതായി കഴിഞ്ഞാൽ വെട്ടിക്കളയെന്ന് പറയും. അപ്പൊ അതേപോലെ തന്നെ നമുക്കിപ്പോ എത്ര വില പിടിപ്പുള്ള സാധനമായാലും നമ്മുടെ ലൈഫിനോളം വരില്ല ഒന്നും, ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് വെൽത്ത് ആവാം. വെൽത്ത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല ഹെൽത്ത് ഇല്ലാതെ, അല്ലേ? അപ്പൊ അതിനുവേണ്ടി നമ്മള് വിശ്വാസങ്ങളെ മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞ ചില കാര്യങ്ങൾ മാറ്റിയാൽ മതി. ശരി, അതന്നെ നമുക്ക് കിട്ടിയതാണ് ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഒക്കെ ഉണ്ട്, നമുക്കറിയാതെ ഉണ്ട്, നമ്മൾ കണ്ണ് കാണാൻ പറ്റില്ല, പക്ഷെ അതിന്റെ എഫക്റ്റ് ഉണ്ടെന്ന് ഇത് നമ്മൾ ഈ മറ്റുള്ള ഡോക്ടേഴ്സിന്റെ അടുത്തും ഹോസ്പിറ്റലിന്റെ അടുത്തും പോയിട്ട് MRIയും സ്കാനിങ്ങും ഓപ്പറേഷനും ഇതൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ, ഇത്രയധികം മരുന്ന് കഴിക്കാന്നുണ്ടെങ്കിൽ, ഒരു മരുന്നും കഴിക്കാതെ ഒരു വേറെ ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ ക്യൂറാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടിയിട്ട് അതിന് പോണത്? ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് ഇത് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ വിശ്വാസത്തിന്റെ വേറെ ഒരു പ്രശ്നവും ഇല്ല ഇതില്. കറക്റ്റ്. ആൻഡ് നിങ്ങൾ നെയിമും നിങ്ങൾ ചേഞ്ച് ചെയ്തു. ഇറ്റ്സ് ഓൾ വെരി ഓപ്പൺ മൈൻഡഡ് ആൻഡ് ട്രൂത്ത് അല്ലത്. ബിക്കോസ് അത് നമ്മൾ ഇംഗ്ലീഷാണ്, നമ്മളൊന്നും സംസ്കൃതമോ വേറെ മാന്ത്രികമോ ഒന്നും ഇല്ല. ഇത് ഡയറക്റ്റ് സയൻസ് ആണ്. സോ ഈവൻ ഇഫ് യുവർ സൺ ക്യാൻ ആഡ് ഹിസ് എക്സ്പീരിയൻസ്, അറിവ് ഈ വയസ്സിൽ ഇത് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടല്ലേ? എനിക്ക് പറയാനില്ലേ, എനിക്ക് വരെയോ ഇവിടെ വരാമോ? ജസ്റ്റ് യുവർ എക്സ്പീരിയൻസ്. ചില സമയത്ത് so my name is Muhammad Anfas and I'm studying in 10th grade. So I have experienced this many times when I'm seeing my mother. Sometimes I saw her crying in the bedroom, and last I also 7 months, no? Last 7 months. Okay. And I also felt sad, like what is this? How will this be cured? And like I also helped her so much. Okay, very nice. That's really great. And ചില സമയത്ത് ഞാൻ മറ്റേ ഒരു പാഡില് വെള്ളം നിറച്ചിട്ട് ചൂടുവെള്ളം അതൊക്കെ ഞാനിവിടെ ചുട്ടുകൊണ്ട് ക്യൂർ ആകും. എന്നിട്ട് കുറച്ച് പെയിന് കിട്ടും, എന്നാലും തിരിച്ചു വരും. ഓക്കെ, ഇപ്പൊ ഇത് കേട്ടപ്പോ നീ എന്തെങ്കിലും തമാശ? ഇല്ലല്ല, ഫസ്റ്റ് ഇല്ലല്ല, അതൊക്കെ നമ്മൾ ആദ്യം അച്ഛൻ പോയി ഇത് മാറ്റുന്നുണ്ട്, ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പൊ എന്താ ചിന്തിച്ചു? എനിക്ക് ഭയങ്കര ഇല്ലേ ഇങ്ങനെ ഇതൊക്കെ പോസിബിൾ ആ? You thought very nice, you're open. And then when actually it happened, how you felt? I felt very miraculous. Yes. That's what really so nice. You're at this age, he has understood and experienced. Very nice. Thank you very much, all of you, for sharing this wonderful Thank you, doctor. Healing. And we look forward to spreading the truth and helping others. Yeah, of course. Importantly, we should reach out to people and so that what is this, our journey in earth is so temporary, and we should help എല്ലാവർക്കും ഇത് പോയി ചേരണം. ഒരുപാട് ഇതിപ്പോൾ ചില ഇമ്പോർട്ടൻറ്റ് എക്സ്പേർട്സ് ഇത് റീഇൻവെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു നോളജാണ്. അപ്പോൾ അത് സ്ട്രോക്ക്, പല രോഗങ്ങൾ നമുക്ക് ഈ വഴിക്ക് തെറ്റിയ ഇത് ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ നമ്മൾ നോക്കണം. പിന്നെ ആയുർവേദം അതിന്റെ പ്രിൻസിപ്പിൾസ് ഇതും മൂലമായി വി ക്യാൻ ഹെൽപ്പ് എല്ലാ ഇതിലും. ഡോക്ടർ പോലെ എത്ര ഡോക്ടേഴ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല, മനസ്സിലായോ? ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഒരു ഡോക്ടേഴ്സും
അവരുടെ ടാർഗറ്റും അതും ഇതും വെച്ചിട്ട് ജീവിക്കുന്ന ആളുകളാണ്. എല്ലാവരും പണത്തിന്റെ പിന്നാലെ ഓടുന്ന ആളുകളാണ്. പക്ഷെ ഡോക്ടറെ പോലെ എത്ര ആൾക്ക്, ദൈവാനുഗ്രഹം പോലെ എത്ര ആൾക്കാരുണ്ടെന്ന് അറിയില്ല. പക്ഷെ താങ്ക്സ്. താങ്ക് യു. താങ്ക് യു.